ഇന്നത്തെ ഒരു ലോക സാഹചര്യത്തിലും ഇന്ത്യയുടെ സവിശേഷമായ സാഹചര്യത്തിലും രാഷ്ട്രീയ സാഹചര്യത്തിൽ ആണ് നമ്മൾ ഇതുപോലത്തെ ഒരു എക്സിബിഷൻ മഹാത്മാഗാന്ധി എന്ന് നമ്മൾ ആദരവോടെ സങ്കല്പിക്കുന്ന ഒരു സാന്നിധ്യത്തെ ഇന്നും സാന്നിധ്യമായിട്ട് ശേഷിക്കുന്ന ആ ഒരു സങ്കല്പനത്തെ കുറിച്ചിട്ടുള്ള ഓർമ്മകൾ നമ്മൾ റീക്രിയേറ്റ് ചെയ്യുന്നു. ഏറ്റവും ഇതുമായിട്ട് ബന്ധപ്പെട്ട് വൈരുദ്ധ്യം നിറഞ്ഞൊരു സാഹചര്യം ഞാൻ പറയാം. ഒന്ന്, ലോകത്തിൽ ലോകം മുഴുവനും വല്ലാതെ വലതുപക്ഷവൽക്കരിക്കുകയും ഡെവലപ്മെൻറ്റലിസം, വലിയ മെഗാ ഡെവലപ്മെൻറ്റലിസത്തിൻ്റെ, ക്രോണിക് ക്യാപിറ്റലിസത്തിൻ്റെ ഒക്കെ വലിയ ഈ ക്യാപിറ്റൽ കുത്തകകളുടെ കയ്യിലേക്ക് ലോകം കൈമാറപ്പെടുകയൊക്കെ ചെയ്യുന്ന വലിയ ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളിലൊക്കെ പറഞ്ഞതുപോലെ ഭൂമിയുടെ ഭാവി തന്നെ, ഗ്ലോബിൻ്റെ ഭാവി തന്നെ ഏതാണ്ട് അനിശ്ചിതത്തിലായിരിക്കുന്ന ഈ കാലത്ത് അതെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ വലതുപക്ഷവൽക്കരിക്കപ്പെട്ട ലോകം നമ്മൾ പറയുന്നത്. അങ്ങനെ ലോകത്ത് വാസ്തവത്തിൽ തിരിച്ച് നമുക്ക് ചരിത്രത്തെയും നീതിബോധത്തെയും തിരിച്ചു പിടിക്കാനുള്ള ഡോക്യുമെൻറ്റുകളെല്ലാം ഓപ്പൺ ചെയ്ത് പെട്ട കാലവും കൂടാണ്. ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് ഇന്ത്യ പോലത്തെ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ കൊളോണിയൽ ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്ന ലോകത്തിലെ എല്ലാ കൊളോണിയൽ രാജ്യങ്ങളുടെയും ഡോക്യുമെൻറ്റുകളൊന്നും ഓപ്പൺ ചെയ്യപ്പെട്ടിട്ടുണ്ട്, എല്ലാവർക്കും പോയി വായിക്കാം. അതുകൊണ്ട് നമ്മുടെ കേരളത്തിന് ഒരുപാട് പുതിയ ഹിസ്റ്റോറിയൻസ് ഉണ്ടായി വരുന്നുണ്ട്. നമ്മുടെ കൊളോണിയൽ ഹിസ്റ്ററി എന്ന് വളരെ വ്യത്യസ്തമായിട്ട് സമുദ്രാന്തര ലോക ചരിത്രം, സംസ്കാരങ്ങളുടെ കൊടുക്കലുകളെ കുറിച്ചൊക്കെ ഉള്ള ആ ഒരു ഗവേഷണങ്ങൾ പുരോഗമിക്കുന്ന കാലമാണ്. പ്രത്യേകിച്ചും പിന്നെ വെസ്റ്റിലൊക്കെ ഉണ്ടായിരുന്ന വലിയ ഈ പറഞ്ഞ ലൈബ്രറികൾ ഓപ്പൺ ചെയ്യപ്പെട്ട ഒരു കാലഘട്ടം. അവർ ഇൻ്റർനെറ്റ് ഓപ്പൺ ചെയ്യപ്പെട്ടിട്ടുള്ള പലപ്പോഴും എക്സ്ക്ലൂസീവായിരുന്ന ആർക്കൈവുകൾ പലതും ലോകത്ത് ആർക്കും അവൈലബിൾ ആകുന്ന ഒരവസ്ഥ. ലോകത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തിൽ ആർക്കൈവൽ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ അത് ആർക്കും ആക്സസ് ചെയ്യാവുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. എയുടെ വരവോടുകൂടി അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാനും അതിനെ നവീകരിക്കാനുമുള്ള സംവിധാനങ്ങളും ഉണ്ടായി വരികയാണ്. അങ്ങനത്തെ പശ്ചാത്തലത്തിലാണ് ഈ എക്സിബിഷന് വലിയ പ്രസക്തി വരുന്നത്. ഇത് ആർട്ട് എക്സിബിഷൻ എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ചരിത്രത്തിലെ ചില ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള ചരിത്രരീതിയെ സംബന്ധിക്കുന്ന ചില ഓർമ്മപ്പെടുത്തലുകൾക്ക് വേണ്ടിയിട്ട് ഗാന്ധിയുടെ ഒരു സവിശേഷമായ ചില വർഷങ്ങളുടെ ഡോക്യുമെൻറ്റുകൾക്ക് കണ്ടെത്തി ഗോപികൃഷ്ണ സുരേഷ് ഇവിടെ ചിരത്തിൻ്റെ ഒരു ഇനിഷ്യേറ്റീവിലും കൂടി ഇവിടെ ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ആർട്ട് ഷോകളുടെ അതേ സ്ട്രക്ചറിൽ തന്നെയാണ്. പക്ഷേ വാസ്തവത്തിൽ ഇത് ആർട്ട് ഷോ എന്നുള്ളതിന് ആർട്ട് ഷോ അല്ല, ശരിക്കും ഇതൊരു ആർക്കൈവൽ ആയ ഒരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മുടെ ആർക്കൈവുകൾ പൊതുജനങ്ങളിലേക്ക് കൊണ്ടുവന്ന് ആർക്കൈവാണ് ഈ അന്ധവിശ്വാസങ്ങൾക്കും കള്ളവിശ്വാസങ്ങൾക്കും താല്പര്യങ്ങൾക്കും ഇതിന് വെക്കാവുന്ന ഏക ഡോക്യുമെൻ്റ് ചരിത്രത്തിൻ്റെ ആർക്കൈവാണ്. നമ്മുടെ തന്നെ മണ്ണാണ്, നമ്മുടെ തന്നെ ഓർമ്മയാണ്. അപ്പോൾ അതാണ് അതിൻ്റെ അത്തരം ഒരു കീഴ്വഴക്കം പുതുതായിട്ട് നമ്മുടെ പ്രത്യേകിച്ച് ചരിത്രം തന്നെ സൂക്ഷിക്കുന്ന കീഴ്വഴക്കം നമുക്ക് വളരെ കുറവാണ്. ഹിസ്റ്റോറിസൈസിങ് എന്ന് പറയുന്നത് വളരെ കുറവുള്ളൊരു ജനതയാണ്. അപ്പോൾ വാസ്തവത്തിൽ പുതിയ രീതിയിൽ ദൃശ്യാത്മകമായി ചരിത്രവൽക്കരിക്കുകയാണ് നമ്മുടെ ഭൂതകാലത്തിലെ ഒരു നൈതിക നിമിഷത്തെ എന്നാണ് ഞാൻ പറയുന്നത്. ആ നിലയ്ക്ക് വളരെ പ്രധാനപ്പെട്ട മാത്രമല്ല ഇന്ന് അടുത്ത കാലത്തായിട്ട് ഇന്ത്യയിൽ പൊതുവെ കേരളത്തിൽ സവിശേഷമായിട്ട് വന്നിട്ടുള്ള ദൃശ്യ സംസ്കാരമുണ്ട്. ബിനാലയിൽ കൂടെയും പുതിയ ആർട്ട് പ്രാക്ടീഷണേഴ്സിൽ കൂടെ വന്നിട്ടുള്ള ആ ഒരു സംസ്കാരത്തിൻ്റെയും കൂടെ തുടർച്ച ഇതിൻ്റെ അകത്ത് അതിൻ്റെ ഘടനയാണ് ഇത് പിന്തുടർന്നിരിക്കുന്നത്. ഇത് വാസ്തവത്തിൽ ഇതേ രീതിയിൽ അല്ലെങ്കിൽ പോലും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആർക്കൈവ് കൊണ്ടുനടന്ന് കാണിക്കേണ്ടതാണ്. നമ്മൾ വെറുതെ പോസ്റ്ററുകൾ കൊണ്ടുനടന്ന് കാണിക്കുന്ന ഒരു പരിപാടി മാത്രം നമുക്കറിയുള്ളൂ. മറിച്ച് ഈ ദൃശ്യഭാഷയിൽ ചലിക്കുന്ന ദൃശ്യഭാഷയായ തിയേറ്ററിലും നിശ്ചല ദൃശ്യഭാഷയും പിന്നെ വെർച്വൽ വിദ്യാത്മകമായ ദൃശ്യഭാഷയായിട്ടുള്ള വീഡിയോയിലും അങ്ങനെ വിവിധ മാധ്യമങ്ങളിൽ കൂടെ ആർക്കൈവുകളെ പുറത്തു കൊണ്ടിരിക്കുകയും ആർക്കൈവുകളിൽ കൂടെ ലോകത്തോട് പുതിയ തലമുറയോട് സംസാരിക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു ആരംഭ നിമിഷമായിട്ട് ഈ എക്സിബിഷൻ കാണാനാണ് എനിക്കിഷ്ടം. അതിൻ്റെ അനേക ശക്തമായ സൂചനകൾ ഇവിടെയുണ്ട്. പിന്നെ പോലെ ഉള്ള ആളുകൾക്ക് ഇതിൽ പല കാര്യങ്ങളും ഞങ്ങളെല്ലാം തമ്മിൽ ഷെയർ ചെയ്യുന്നതാണെങ്കിലും പുതിയ തലമുറയിൽപ്പെട്ട പ്രത്യേകിച്ചും ഗാന്ധിയും സ്വാതന്ത്ര്യ സമരവും ഇന്ത്യ പാക് വിഭജനവും ഹിന്ദു മുസ്ലിം ലഹളയും ഒക്കെ പോലത്തെ പ്രധാനപ്പെട്ട ചില നിർണായകമായ നിമിഷങ്ങളെ കുറിച്ചിട്ടുള്ള വായനയിലേക്ക് പുതിയ ചെറുപ്പക്കാരെ അന്വേഷണങ്ങളിലേക്കൊക്കെ പുതിയ ചെറുപ്പക്കാരെ കൊണ്ടുവരാനുള്ള ഒരു മൊമെൻ്റായിട്ട് ഇത് മാറട്ടെ എന്ന് പ്രത്യാശിക്കുന്നു.